തണുക്കട്ടാ നല്ല ഇവിടെ തൊട്ട ഇടിമിന്നൽ ഉള്ള സമയത്ത് കേറരുത്. ആ പെണ്ണ് മരിച്ചില്ല. ഓ സെക്സി. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതെന്റെ പുതിയ ടോപ്പാണ്. ഇത് പുതിയ ഇച്ചു ആണ്. ഞങ്ങൾ എവിടേക്കോ പോകുന്നു. യെസ്, ഇന്ന സ്ഥലം ഫിക്സ് ഒന്നുമില്ല. ആ ഡാലിയ മണ്ടൂനെ വിളിച്ചിട്ട് അത് എടുത്തില്ല, അല്ലെങ്കിൽ അവളോട് ചോദിച്ചിട്ട് പോവാന്ന് വെച്ചതാ. 2 ദിവസത്തേക്ക് പോകുന്നതാണ് സ്ഥലം. അവൾ കഴിഞ്ഞ വർഷം പോയതിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോ സൂപ്പർ സ്ഥലമായിരുന്നു. അപ്പൊ അവിടേക്ക് പോവാന്ന് വെച്ചു. ഞാൻ ആ വീഡിയോ ഇട്ടില്ലേട്ടാ. ഞാൻ സ്ക്രീൻഷോട്ട് എന്താ അയച്ചല്ലോ. അവര് മലയുടെ മുകളിൽ ഹായ് കാണിക്കണത്. വെറുതെ പോവാ ചണ്ടി. അതല്ലേ എന്റെ ഒരു വൈബ്. നല്ല വൈബ്. ഞാനാ ഓടിക്കണേ. ഞാൻ വിചാരിച്ചു ഓടിച്ചു തുടങ്ങുമ്പോ ഞാൻ ഓടിച്ചാലോ. വേണ്ട, നീ ഓടിച്ചാലേ അല്ലാത്ത സമയത്ത് ഓടിക്കാൻ പറയുമ്പോ. അതല്ല, നമ്മളിപ്പോ ഈ 5 മണിക്ക് തന്നെ അവിടെ എത്തണം. അങ്ങനെ നമുക്ക് ഇല്ലല്ലോ. നമുക്കിപ്പോ അതൊക്കെ ഇങ്ങനെ പോയാ പോരെ. അത് മതി. നീ അല്ലാത്ത ദിവസം ഓടിക്കും. അപ്പൊ സീ യു. നമ്മളിപ്പോ എവിടേക്കൊക്കെ പോവാണ്. ഓക്കെ, ബൈ. വീണ്ടും ക്യാമറ എടുക്കാൻ പിന്നെടുക്കാം. മഴ കാണിക്കാൻ വേണ്ടി എടുത്തതാ. അത് തന്നെയല്ലേ ഞാൻ എടുത്തത്. നമ്മളപ്പോ സംസാരിക്കണ്ടായില്ല മഴയുടെ കാര്യം. പിന്നെ മഴയുടെ കാര്യം പറഞ്ഞിട്ട് വേണം. കണ്ടൂടെ മഴ വീണുണ്ടത്. മഴ നീ എന്റെ അടുത്ത് വേറെ കഥ പറയും. ആൾക്കാര് ഒരു തല്ലിക്കൊണ്ടു. ഇവിടെ മഴ. തൊട്ടപ്പുറത്ത് നല്ല കനാൽ. ഇത് കനാലടി ഇപ്പുറത്ത് നല്ല വൈബുള്ള സ്ഥലമല്ലേ. നല്ല മര, നല്ല ഗ്രീനറി, നല്ല റോഡ്. അത് ശരിക്കും കിട്ടണ്ടാവില്ലല്ലേ. പൊക്കി നിൽക്കുമ്പോഴായിരിക്കും. അതായത് നമുക്ക് നേരിട്ട് കാണുന്നേ. ഇപ്പൊ നമ്മൾ എവിടേക്ക് പോണേന്ന് തീരുമാനമായ നമ്മൾ പരുത്തും പാറ. ഏതാണ് മാപ്പ് ഇട്ടേക്കണേ. എവിടെ എത്തും. ഈ മഴയാണെങ്കിൽ പണിയാട്ടാ. ഇത്ര നേരം മഴയില്ലായിരുന്നു. എനിക്ക് റെയിൻകോട്ട് ഉണ്ട്. ആഫ്റ്റർ 2-3 എനിക്ക് കൊടയുണ്ട്. ചമ്മീലിട്ട് ചമ്മി. ഇപ്പൊ പ്രകൃതി കഴിഞ്ഞു. ഇനി മാറ്റി വെച്ചോളാം. മരങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. ആ റോഡ് ഉണ്ടാ നല്ലൊരു പോക്ക്. റോഡില് വണ്ടികളും ഇല്ല. നല്ല റോഡ്. ഈ വർത്താനം കേൾക്കണ്ടാവില്ല. എന്റെ കേൾക്കണ്ടാവും. ഞാൻ അടുത്തിരിക്കുന്ന കേൾക്കണ്ടാവില്ല. ഈ ഫോണിന്റെ പ്രത്യേകത ദൂരമുള്ള ഈ മഴ ഭയങ്കര സൗണ്ട് അല്ലേ. വണ്ടികളില്ലാത്ത നൈസ്. നമ്മൾ അത്യാവശ്യം സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. വെള്ളച്ചാട്ടം അത്യാവശ്യം സ്പീഡൊന്നും വേണ്ട. പിന്നെ 60 പോണേ. ശരിക്കും മഴയിലായിരുന്നെങ്കിൽ നല്ല പടവടിച്ച് പോയിരുന്നു. പക്ഷെ വണ്ടികളുണ്ടാവും. എല്ലാ വണ്ടികളും ഇറങ്ങി തോന്നും. ഫുഡൊക്കെ സമയാ. ഫുഡൊക്കെ സമയാ. ഓ യെസ്, വെള്ളപ്പൊക്കം വരാൻ പോവാൻ തോന്നുന്നുണ്ട് ഗൈസ്. വാട്ട് ഈസ് ദിസ്? എനിക്ക് ഇതുപോലെ ചെടികളൊക്കെ ഓർമ്മയില്ല. തായ്ലൻഡ് വെള്ളപ്പൊക്കമായിരുന്നു. ഇതുപോലെ വെള്ളപ്പൊക്കം നമ്മളെ കണ്ടത്. കഴിഞ്ഞിട്ട് കണ്ടത് നമ്മ മറ്റേ ബ്ലൂ വെള്ളം കാണാൻ പോയ സ്ഥലത്ത് അതിന്റെ അപ്പുറത്ത് ഈ ചെളി വെള്ളം വീട്. മറ്റേ എമറൽഡ് പൂ. ഹോട്ട് സ്ട്രീം എമറാൾഡ് അല്ല, അതിന് തൊട്ടപ്പുറത്തെ എമറാൾഡിന്റെ പൂള് ഉണ്ടായിരുന്നു. വാട്ടർഫോൾ പൂള് എന്തുപോലെ. അപ്പൊ പോണ വഴിക്ക് കണ്ടത് വെള്ളപ്പൊക്കത്തിന്റെ ഈ വെള്ളം. ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോഴാണ് ഇവിടെ വെള്ളപ്പൊക്കം കഴിഞ്ഞുള്ളത്. ഫ്ലഡും ഇതിപ്പോ തൈലൻഡ് നമ്മൾ വിശ്വസിക്കും. ഇതുപോലെ തായ്ലൻഡ് വ്യത്യാസം പക്ഷെ അവിടുത്തെ മലകളൊക്കെ വേറെ ഭംഗി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മലകളും ഗ്രീനറി. ഈ ഗ്രീനറി തന്നെയാണ് അല്ലല്ലോ. അല്ല, അത് വേറൊരു ഗ്രീൻ ആയിരുന്നു. പക്ഷെ ഈ വെള്ളപ്പൊക്കം അത് കറക്റ്റാണ്. ചെളി വെള്ളം അത് ഓരോ ഏരിയ അനുസരിച്ച് മാറുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ തോട്ടം, വൃത്തിയുള്ള റബ്ബർ തോട്ടം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. എവിടെയോ ഏതോ ഒരു കടയിൽ
അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ റിസ്ക്കാണ്. ചിലപ്പോൾ കച്ചവടമില്ലാത്ത പച്ചക്കറിയാണെങ്കിൽ ബാക്കിയുണ്ടാവും ചിക്കൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കുന്നു, നോക്കിയിട്ട് പറയാം. ഇത് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇത്ര റൈസൊക്കെ കഴിക്കുമോ? കഴിച്ചാൽ മതി. മോരലും മിക്സ് അടിക്കാം. ബാ അങ്ങനെയാണ് ആ ബസ്സല്ലോ എല്ലോ അച്ചാറില്ല. എങ്ങനെയുണ്ട്? നല്ലതാണോ? റൈസ് ഈ റൈസിന് വ്യത്യാസമുണ്ട്. ബീഫിന് ചെറിയ റൈസാ. എനിക്കുണ്ട് മുട്ട, ചമ്മി. ഞാൻ കൊതിപ്പിക്കാതെ കഴിച്ചതായിരുന്നു. ഇത് കുറേ റൈസ് ഉണ്ട്, ഹാഫ് റൈസ് കുറേ ആയിരുന്നു. ശരി, അല്ലടി നിന്റെ റൈസ് എനിക്ക് റൈസ് വ്യത്യാസം ഉണ്ടാ? എനിക്ക് പക്ഷെ വലിയ റൈസ് ഇഷ്ടം. ടേസ്റ്റ് ഉണ്ടോ നോക്കാം. കണ്ടിട്ട് രസമുണ്ട്. അതൊക്കെ മതി. ഇളക്ക് പിന്നെ ചിക്കൻ എടുക്കണ്ടേ? മോരറില്ലട്ടാ. അതാണ് എനിക്ക് മോരുകറി ഇഷ്ടമല്ല. അവർക്ക് മഞ്ഞക്കറി ഇഷ്ടമല്ല. നല്ലതാണോ? ബീഫിന് പ്ലേറ്റും വ്യത്യാസം കണ്ട. നല്ല ഗുഡ്. ബീഫ് ബിരിയാണി എൻ്റെ കൈ വിറക്കണു. എൻ്റെ ഓ ഇച്ചിരി മറ്റേതാ ഇഷ്ടല്ലേ? കഴിച്ചോക്ക്. കൊള്ളാവോ? നല്ലതാ. ആ ഇത് എനിക്കിഷ്ടമുള്ള ആ സാധനമാണല്ലേ. ചേച്ചി പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇഷ്ടമായിരുന്നാണ്. എനിക്ക് അതാ മോരെന്നറിയില്ല. നല്ലതാണോ? ബീഫൊക്കെ നല്ല വേവിച്ചിട്ട് തൊടുപ്പിക്കാൻ ഉണ്ടാവും. മസാല ആണോ? എന്നെ നോക്കാണ്ട് ഫോണമ്മയ്ക്ക് നോക്ക്. എന്നെ നോക്കുമ്പോ കണ്ണ് അങ്ങനെ ഇരിക്കണത്. നീ ഗസ് എത്രയുണ്ടോ? 330. 150 ഒരു 220 ഉണ്ടാവും. അപ്പം എത്രയാ? 400 മേലെ. 350. ക്ലോസ് ആയിരുന്നില്ലേ? ചിക്കൻ ബിരിയാണി 150. ഞാൻ 150 മണ്ണേച്ച്. ഞാൻ കോഫി കൂട്ടിയില്ല. 160. അപ്പൊ കൂടൂലേ? അപ്പൊ കൂടൂലേ? അല്ല ഞാൻ 20 വെച്ചില്ല. എന്നാലും ഞാൻ അതല്ല, ഞാൻ കേറി വരുമ്പോ ഞാൻ നോക്കിയിരുന്നു റേറ്റ്. പക്ഷെ മണ്ണേ റംബുട്ടാൻ തോട്ടം. ഓറഞ്ചൊക്കെ നല്ല ടെമ്പറല്ലേ ഇത്? നോക്കിയോ നോക്കിയേ. ഓ സൂപ്പർ. അത് ഇതിൻ്റെ കാശ് പറഞ്ഞിട്ടേ വെച്ചതാ. റബ്ബറിന്റെ കാശ് പറഞ്ഞിട്ടേ. ഞാൻ കഴിഞ്ഞ വർഷം കോട്ടയം സൈഡ് വന്നപ്പോ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ വഴി നല്ല രസമുണ്ടല്ലോ. മറ്റേ സ്ഥലത്ത് ഇപ്പൊ 2 സ്ഥലത്തും ലില്ലി പൂക്കൾ പോലെ അതെ ആൾക്കാർ പണിയെടുക്കുന്നു. അവര് നോക്കണം ഞാൻ വീഡിയോ എടുക്കുന്നത്. അവയ്ക്കുണ്ടാവും ഇവര് റംബൂട്ടൊക്കെ ചുമപ്പ് പലയുടെ പ്രത്യേക ഭംഗിയാണ്. ഇപ്പഴത്താണ് നല്ലത്. ഈ പുറത്തേക്ക് പോലെ വീടും വീടും പുഴയും. ബാക്കിലുണ്ടായില്ലേ? കൊറേ സ്ലോ പോയായിരുന്നു. ഞാൻ സ്ലോ ആക്കാൻ പറയാതിരിക്കായിരുന്നു. ഞാൻ ബാക്ക് ചെയ്ത് വണ്ടി വന്ന പോലെ ഇവിടെ എത്തിയാവോ? മുണ്ടക്കയം. ദിസ് ഈസ് മുണ്ടക്കയം.
Wow, guys, fog. ഇത് ഇപ്പൊ ഒരു മലയില്ലേ, ഇങ്ങനെ മലയാണെങ്കിൽ റോഡ് ഇങ്ങനെ കറങ്ങി പോണ്ടായി നമ്മ താഴേനെ എടുത്തില്ല. ഒറ്റ സ്ട്രൈറ്റ് കയറ്റാ. ഇത് മലക്കുള്ള വഴി എനിക്ക് മനസ്സിലുണ്ട്. ഞാനും പിന്നെ ഫോം വിളിക്കാനിരുന്ന ഇത് ഫസ്റ്റ് ഗിയറിൽ ഇതാണ് കുത്തനെ കയറ്റം. ഫുള്ള് ഇങ്ങനെ കയറ്റാം നേരെ തന്നെ. സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനേ പറ്റുള്ള. പക്ഷെ ആരില്ലാലോ ഈ സ്ഥലല്ലടാ. പറഞ്ഞ അടച്ചിട്ട് കരുതുമ്പോ ഒരു വീട്, ഈ വീട്ടുകാര് ഇത്രയും കയറ്റം എല്ലാ ദിവസം കയറണ്ട്. ഞാൻ വേറെ മെയിൻ റോട്ടിക്ക് പോണ വഴി ഷോർട്ട് കട്ടാന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത്. നമ്മുടെ വീട് ഇതിന്റെ മുകളിൽ ഇങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസം രാത്രി ചായ കുടിക്കാൻ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും ദർശനം. ഈ കയറ്റം എല്ലാ ദിവസം കയറണ്ടേ. ഞാൻ തള്ളി കയറ്റിണ്ടല്ലോ വണ്ടിയല്ലേ. എന്തായാലും പെട്രോള് കുറെ പോകുന്നുള്ളൂ, മൈലേജ് ഉണ്ടാവില്ലാന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ ചെറിയ വീട്. ഇവിടെ സൈക്കിളോട്ട് നടന്നു വരുന്ന അവസ്ഥ വെച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ കയറ്റം താഴ്ന്ന് കയറണെങ്കിലേ ആക്കൊരു ദിവസം ചിരിക്കൊരു ദിവസം താഴത്തെ വെള്ളച്ചാട്ടം. മൂന്നാമത്തെ ലൈറ്റ് വിളിച്ച കറക്റ്റ് സമയത്തേ അല്ല ഞാൻ ഇതെടുക്കണതാ. വിളിച്ച് കറക്റ്റ് സമയത്തേ ഞാൻ നല്ല വെള്ളച്ചാട്ടം കണ്ടു. ഞാൻ ഇച്ചിരി കാണിച്ചു വെച്ച് കണ്ട മലയുടെ മോളിന്ന് താഴേക്ക് വരെ. വേറെ ദൂരത്ത് മലല്ലേ, അതിന്റെ അപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ടായതല്ലേ. എനിക്കറിയില്ല. ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ വ്യൂ നോക്കി. ഇതിപ്പോ അത്രയും കയറ്റാണ്. അതെന്ന് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റാ. സ്റ്റീപ്പ് ഇംഗ്ലീഷ് അറിയുള്ള പരദേശി ഇല്ല. എങ്ങനെ എടുക്കുമ്പോ കാണാം. നല്ല ഫോഗ്, കപ്പിൾസിന് വരാൻ പറ്റിയ സ്ഥലമാണ്. കിസ്സടിക്കാം. ഇവിടെ മനുഷ്യന് പോയിട്ട് പട്ടികൾ പോലില്ല. ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഇനിയുള്ളിൽ നോക്കുമ്പോ കണ്ടല്ലേ. മുറിഞ്ഞുപുഴ കുട്ടിക്കാന നമുക്ക് മോളിക്ക് നമുക്ക് മോളിക്ക് ചണ്ടൂര് നല്ല വഴി ഉണ്ടായിട്ടാണ് അവര് നിന്ന്. എന്താണ് മാപ്പിടാണ് ഈ വഴി പോയാലും മോനെ ആ നേരെ പോയാൽ മതി. മാപ്പ് അങ്ങോട്ട് തിരിയാൻ പറയണ്ടാവും താഴേക്ക് ഇറങ്ങാൻ. ഇതായിരിക്കും വേറെ വഴി. ഞാൻ പറഞ്ഞില്ലേ നേരെ പോവാനും ആൾക്കാര് പോണ്ടെന്നാ. കൊച്ചിപ്പെടികൾ നീങ്ങിക്കാൻ വണ്ടി ഇടിച്ചെടുക്കും. ഇതാണ് സ്ഥലം. കഴിഞ്ഞു എത്തി. ഇതാണ് സ്ഥലം. മുടി വറക്കണത് സ്ഥലം പഞ്ചക്കൽമേട്. ഞാൻ കേട്ടിട്ട് പോരില്ലേ ഏതൊരു സ്ഥലം പറഞ്ഞു. പഞ്ചാലിമേടു. എന്റെ പൊന്നെ ഫോഗ്, നല്ല ഫോഗ്. ഇത് കേറി കയറ്റാണ് ഏറ്റവും സൂപ്പർ. ഇത് അവിടെ നിന്നിട്ട് കാണാമല്ലോ. ഇതാണ് കാണാൻ വ്യൂ പോയിന്റ്. തണുക്കട്ടാ, നല്ല തണുപ്പുണ്ട്. ഇത് നേരെ കൊക്കയാട്ടാ, നല്ല കൊക്കയാ. ഇപ്പൊ സമയത്തേ അത്രേ ഉള്ളൂല്ലേ. ഒരു 6-5 മണി സമയല്ലേ. ഇനി അങ്ങോട്ട് നടക്കാണ്ടാണ് ചോദിച്ചു നോക്കി ഇവിടെ എന്തെങ്കിലും ഉള്ളത്. വൈബല്ലേ, അതൊക്കെ സൂപ്പർ. ഇവിടെ എല്ലാരും വരാം. നമുക്ക് ശരിക്കും ഗൂഗിൾ മാപ്പിൽ ഇവിടെയുള്ള സ്ഥലം കാണിച്ചേ. ഇതൊരു ക്ഷേത്രമാണ്. എന്തോ ഏരിയുണ്ട്, പേര് പോയി. അവിടേക്കുള്ള വൈബ്. ഇവിടെയാണോ അതെ ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. ഇവിടെയാണോ വ്യൂ പോയിന്റ്? അടച്ചിട്ടുണ്ടല്ലോ. ലോങ്സ്റ്റ് സിപ്പ് ലൈൻ അതൊക്കെ ഇവിടെ ഉണ്ടാ. ഇവിടെ എന്താ ശരിക്കും? അയ്യോ, ഇനി മാറ്റണ്ട. തിരിച്ചു പോയിട്ട് അല്ല ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. പഞ്ചാലി മേട്. ഇതാണ് പാഞ്ചാലി മേട്. പഞ്ചാലിയല്ല, പാഞ്ചാലി മേട്. പാഞ്ചാലിയുടെ വീട് എന്നല്ല എനിക്ക് അർത്ഥം. ഇതാണ് ഇവിടുത്തെ എൻട്രി പ്രൈസ്. ഇതൊക്കെയാണ്. ഇരിക്കാം 6 മണി, രാവിലെ 6 മണി 6:30 വരെ. അതാണ് ആ സ്ഥാനം. ഇവിടെ എന്താണുള്ളതെന്ന് പോലും എനിക്കറിയില്ല. കയറി നോക്കിയിട്ട് പറയാം. ശരിക്കും ഇവിടെ എന്താണുള്ളതെന്ന് പോലും എനിക്കറിയില്ല. ചോദിച്ചപ്പോ ഇവിടെ നിന്നുണ്ടായോ. അപ്പൊ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന്.
എന്താ സംഭവം, എന്താണ് പരിപാടി ഒന്നല്ലേ. ഡാൻസ് കളിക്കണ പോലെ. ഇവിടെ കല്യാണ വീഡിയോ എത്ര നേരം 1000 രൂപ. ഇവിടെ ഇരുട്ടത്താ. ഇതിന്റെ ഉള്ളിൽ രസം ഉണ്ടാവും. ലേഡീസ് ടോയ്ലറ്റ് ആയിരുന്നു. കഫറ്റീരിയ ടോയ്ലറ്റ്. ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് പോലും അറിയില്ല. എന്തൊക്കെ ഇതാണ് ക്ഷേത്രം. ഇതാണ് എഴുതി വെച്ചിട്ടുണ്ട, ശാന്തി മഠം, പാഞ്ചാലി മേട് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. എനിക്കറിയില്ല മോളെ. ഈ മരം ആണെന്നോ ക്ഷേത്രം, അപ്പുറത്തും മഠാണ്. ഇവിടെ ആരോ താമസിക്കണോ? ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇവിടെയോ? നെക്സ്റ്റ് അടുത്ത സിപ്പ് ലൈനിൽ പോകാന്നാണോ? ഡേറ്റയ്ക്ക് പേടി. സിപ്പ് ലൈനിൽ ആരോ മരിച്ചെന്ന് പറഞ്ഞിട്ട്. ആ പെണ്ണ് മരിച്ചില്ല, എൻജോയ്മെന്റിന് കേറിയ പെണ്ണ്. സാരമായ പരിക്ക്. വീണ്ടും ക്ഷേത്രം. അത് മഠം, പാഞ്ചാലിയുടെ മഠം ബാക്കിലത്തെ. ഇത് റിസോർട്ടാണ്. സത്യത്തിൽ ഇപ്പൊ എന്താ പരിപാടി? ഇതിപ്പോ എങ്ങോട്ടാ പോണ്ടേ? ഒന്നുമേ പൊരിയാതെ. ഇവരുദ്ദേശിക്കുന്ന നമ്മളിത് കയറി പോവാനാണോ? അല്ലല്ല, ഇവരുടെ വഴി ഇതാണ്. ഇത് വേറെ വഴിക്ക് വീട്ടിലേക്ക് പോണ വഴിയാണോ? എനിക്കറിയില്ല. ചെളിക്കൂടെ നടക്കാണ്ട് പോവും. അതായത് ഇവിടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു മുകളിൽ കയറി അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. അതേ കുരിശ് എന്ന് വെച്ചാൽ ദൈവത്തിന് കുരിശിനെ പേടിക്കുന്നുണ്ട്. അതേ കുറെ കുരിശ്, 2 കുരിശുമലയാ. അത് പറഞ്ഞ ഏത് മുകളില് കുരിശിനോടും എത്രാമത്തെ ഇതൊന്നും എഴുതിയിട്ടില്ല. ഇത് ഫേമസ് ആവാണെങ്കിൽ എഴുതും, ഫേമസ് അല്ലാത്തോണ്ട് എഴുതിയിട്ടില്ല. ഇത് എല്ലായിടത്തുമല്ലോ. ഇതാണ് നമ്മള് ആ വഴി വന്നിട്ട് മുകളിലേക്ക് കയറി. ഇവിടെ ഒന്നും കാണണ്ടായിരുന്നില്ല. ശരിക്കും ഇങ്ങനെ ഒരു വഴിയുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. ഇവിടുന്ന് 500 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാണ്ട്. ഇതാണ് സിപ്പ് ലൈൻ. സിപ്പ് ലൈൻ ഇങ്ങനെ പോണ്ടി. അവിടെ റേറ്റ് സിപ്പ് ലൈൻ എഴുതിയത് 350 രൂപ. ഇല്ല, എമർജൻസി ഒക്കെ ഇത് കാണണേ. ഇതിൽ കാണുന്നില്ല. സൂമ്യത കാണും. അപ്പൊ ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ്. കുറെ കുരിശുകൾ നാട്ടിയിട്ടുണ്ട്. 14 കുരിശായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല ഇപ്പൊ. അതെ, പിന്നെ ഇതിന് വെറുതെ കുരിച്ചിട്ടാണ്. ഇവിടെ തൊട്ട അമ്പലത്തിന്റെ പേരിട്ടാണ് സ്ഥലത്തിന്. പാഞ്ചാലിമേട്. പാഞ്ചാലിന് ഉദ്ദേശിച്ച സ്ഥലമാണ് പാഞ്ചാലി. അതിൻ്റെ കുരിശ്. സ്പോൺസർഷിപ്പ് ആരുമില്ല, ആരാണോ? അപ്പൊ നൈസ് വ്യൂ ആണ്. അടുത്ത കുരിശു. പേടിയോ അല്ലേ? ഇച്ചുവിന്റെ ഫോട്ടോയോ? ഡേറ്റയ്ക്ക് കണ്ണാണാൻ പറ്റുള്ള, നടക്കാൻ പറ്റുള്ള, കണ്ണാണാൻ പറ്റുള്ള മുടി. ശരിക്കും ഇതേ സ്ഥലം മനസ്സിലായ? ആ മറ്റേ സിനിമ അല്ല, ആ സിനിമയല്ല, നമ്മുടെ അയാൾ ഞാനല്ല എന്ന സിനിമയിൽ അവസാനം ഇത് ഇവിടെ ഇല്ല. ഫോഗായിട്ടേ ഇങ്ങനെ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അവിടെ വേറെ സ്ഥലമുണ്ട്. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കാനുണ്ട്, അപ്പുറത്തിരിക്കാനുണ്ട്. അവിടെയാണ് ആ സ്ഥലം. 17 അതിനുള്ള കാശായിട്ടില്ല. ഫ്രീ ഇവിടെ ഇൻഡോസിന്റെ പരിപാടിയല്ലേ. കാശ് ആവുമ്പോ ആൾക്കാർ കുറച്ചേര് വന്നുള്ളൂ. ആൾക്കാർ വരുമ്പോഴാണ് പൈസയും പെട്ടിയൊക്കെ വെക്ക. അവിടെ കുഴി, ഇങ്ങനൊരു കുഴി ഞാൻ ഫ്രണ്ട് ശ്രദ്ധിച്ചില്ലപ്പാ. എനിക്കാണ് ഇതായിരിക്കും അവസാനത്തെ കുരിശ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഇവിടെ ഒരു സ്ഥലം. അതെ, ഇതാ നടക്കണ വഴി തന്നെയാ. പിന്നെ ഇതെങ്ങോട്ടാ പോണേ? ഇതിന്റെ അന്ത്യം എവിടെയാ? എക്കോട്ടെ ഇപ്പൊ ഇതാണ് വ്യൂ.
ഇപ്പൊ നമ്മൾ നടന്ന് ഇങ്ങനെ വന്ന് നിങ്ങൾ 2 വഴികളുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് മുകളിലേക്ക് പോകാൻ പഠിക്ക് പോകാം. ഇവിടെ എഴുതിയുണ്ട് ഇടിമിന്നൽ ഉള്ള സമയത്ത് കയറരുത്, ചെറിയ വെള്ളം. അവിടെ ആൾക്കാരുണ്ട്, അവിടെ വേറെ ആൾക്കാരുണ്ട്. മുകളിൽ അവിടെ അതെ അത് കുരിശുമേ ഞാൻ സ്റ്റാൻഡാന്ന് വെച്ചാൽ അവിടെയൊക്കെ ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് നടന്ന് അതിൽ കൂടെ മേരിക്കൊക്കെ പോവാം. അവിടെ എന്തോ ഒരു ഫുട്ബോൾ പോസ്റ്റ് പോലെ സാധനം ഉണ്ടാവും. ഇത് താഴേന്നൊക്കെ സൗണ്ട്, താഴേന്നൊക്കെ സൗണ്ട്. ആദ്യം ഇരിക്കണം, ഇരുന്നിട്ട് വരാം. ഇച്ചിരി നമ്മൾ തിരിച്ചു തരാം. ഭയങ്കര മോശമായിട്ട് കാണിക്കാൻ. ഇരിക്കാൻ പറയുമ്പോ പറയും ഇരിക്കണ്ട, നിൽക്കാൻ പറയുമ്പോ ഇതാണ് ഫസ്റ്റ് സ്ഥലം. അതല്ല ഇപ്പൊ വരാം. ഇപ്പൊ നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവില്ല. ഇനി അങ്ങോട്ടേക്ക് വഴിയുണ്ട്. ഇതാണ് മുകളിലുള്ള വ്യൂ. പക്ഷെ ഫോഗ് കാരണം നമുക്ക് ആഴി കാണാൻ പറ്റുന്നത് ഇത്രേ ഉള്ളൂ. അപ്പുറത്തെ വ്യൂ പോയിന്റും കാണാൻ പറ്റണില്ല. ഫോഗ് ഇല്ലെങ്കിൽ കുളിച്ച പോലെ കാറ്റ്, നല്ല തണുപ്പ്. ഈ ഫോഗ് കാരണം അപ്പുറത്തെന്താ ഇപ്പുറത്തെന്താ ഒന്നും അറിയാൻ പറ്റാത്ത കാരണം നമ്മൾ തിരിച്ചു പോവുകയാണ്. കള്ളന്മാർക്ക് കാട്ടി വന്നിരിക്കുന്നുള്ള പരിപാടി. ഇത് ഇങ്ങനെ നല്ല കൊക്കെയാണ്. നേരത്തെ കണ്ട് നല്ല വ്യൂ. ഞാൻ നേരത്തെ കാർ പാർക്ക് സ്ഥലമില്ലേ, അവിടെ നല്ല വ്യൂ ഉണ്ട്. പക്ഷെ അവിടെ പിന്നെങ്കിലും എന്തിനൊക്കെ കാണാം, ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്ന് തണുത്ത് ഒന്ന് വാക്ക് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. ചൂട് സ്ഥലത്ത് ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും. തണുപ്പ് അല്ല വ്യൂ കാണാൻ പറ്റില്ല, പക്ഷെ തണുപ്പ് നടക്കാം. ഒരു ഇടയ്ക്ക് കാറ്റ് ഈ ഫോഗ് പോയാൽ മതി. അന്ന് വാഗമണില് നമ്മൾ ഫോഗ് പോവില്ലേ, അങ്ങനെ ഫോഗ് മാറിക്കഴിഞ്ഞാൽ നൈസായിരിക്കും അല്ലേ. ഓറഞ്ച് മരം ഒന്നുമല്ല, അല്ല എന്താ ഒരു മരം ഇങ്ങനെ നല്ല ഇറങ്ങി നല്ല എടി ഇല്ലിക്ക് കളർ ഇങ്ങനെ ഇങ്ങനെ മുകളിൽ പോയി മുകളിൽ ഒരു കല്ല് കാണും. അതിന്റെ മുകളിൽ എന്താ അവസാനം കാണാൻ പറ്റില്ല. ശാഖ സെക്യൂരിറ്റി ചോദിക്കായിരുന്നു ചേട്ടാ എന്നിട്ട് കാണാൻ പറ്റാം. പക്ഷെ നൈസാണ്. 20 രൂപ 50 രൂപ ടിക്കറ്റ്. പക്ഷേ 2 പേർക്ക് കൂടി 50 ആവുന്നില്ല. 21 അല്ലേ. പക്ഷെ കൊറേ നേരം ടൈം സ്പെൻഡ് നല്ലല്ലേ. നമുക്ക് എത്ര നേരം ഇരുന്നാലും ബോറടിക്കില്ലേ. കാരണം ഓടാം ചാടാം കളിക്കാം. നൈസ്. ഇതിൽ കൂടെ ഇറങ്ങി പോവാൻ ശരിക്കും ചണ്ടി അങ്ങനെയല്ല. 50 രൂപയല്ലേ. ഓ 18% GST. ഇതാണ് ബില്ല്. ഇത്രയാണ് റേറ്റ് വരാം 2 പേർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണൊരു വൈബ്. അപ്പോൾ ഒരു 50 മിനിറ്റിൻ്റെ അപ്പുറത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് അറിയില്ല അല്ലേ. ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് ഇവിടെ സിപ്പ് ലൈനൊന്നും ഇല്ല. ഓറഞ്ച് അലേർട്ട് മഴയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ വ്യൂ നല്ല വ്യൂ പോയിൻ്റാന്ന് പറയുന്നു. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറയുന്നു ചേട്ടൻ നമുക്ക് പറഞ്ഞു, സെക്യൂരിറ്റി ചേട്ടൻ. അപ്പോൾ ഐസായല്ലേ. അത് വേനൽക്കാലത്തൊക്കെ വരാൻ രസമായിരിക്കും. മഴയില്ലാത്ത സമയത്തൊക്കെ വരാണെങ്കിൽ നൈസ് വ്യൂ കിട്ടും. നല്ല തണുപ്പുണ്ടോ? ഇതിനാൾ കുറച്ച് തണുപ്പ് പറയുള്ളൂ, പക്ഷെ നല്ല വ്യൂവും കാണാൻ അത്യാവശ്യം തണുപ്പുണ്ടാവും അല്ലേ. നൈസ് അല്ലേ. ഇതാണ് സിപ്പ് ലൈൻ. നമ്മൾ മുകളിൽ കൂടെയാണ് നേരത്തെ നടന്നു പോയത്. അപ്പോൾ ഇവിടെ ഒന്നും കാണും. ഇപ്പോൾ ഇവിടെ ഫോഗ് കുറഞ്ഞിട്ടുണ്ടല്ലേ. ഇന്ന് റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഇതൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. ഓറഞ്ച് അലേർട്ട് ആയതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കാണ്. സിപ്പ് ലൈൻ ക്ലോസ് ചെയ്തേക്കാണ്. അതാണ് ചിലപ്പോൾ അന്ന് റെഡ് അലേർട്ട് ആയപ്പോൾ മൊത്തത്തിൽ ക്ലോസ് ചെയ്യേണ്ടി. അതായിരിക്കും സിപ്പ് ലൈൻ റേറ്റ് 350 രൂപ, 350 സിപ്പ് ലൈൻ. ഇത് 2 സെയിമുള്ളൂ. അപ്പോൾ ഇതാണ് സിപ്പ് ലൈൻ. ആ പെണ്ണ് ചിരിച്ചിരിക്കുന്നു, 2ലും ചിരിച്ചിരിക്കുന്നുണ്ട്. കാലും ഒക്കെ സെയിം തന്നെയാണ്, ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന്. പഗോഡ പ്ലാന്റേഷൻ റിസോർട്ട്. ഇതാണ് വൈബുള്ള സ്ഥലം. ഇനി അങ്ങോട്ട് വഴി ദൈവം കാട്ടിക്കോന്ന്. നമുക്ക് ഇവിടെ എത്തിയില്ലേ. നമുക്ക് നേരെ താഴേക്ക് പോകണം. ഇതിന്റെ മുകളിലേക്കുണ്ട് ഇങ്ങനെ. നമ്മളന്നേ വാഗമൺ കയറിയ പോലെ സിപ്പ് ലൈൻ ഒന്ന് പോയില്ലേ, അങ്ങനെ കയറി അവിടെയൊക്കെ പോവാം. മനസ്സിലായാ?
അതും അങ്ങനെയായിരുന്നു മറ്റേ മുട്ട മുട്ട ഇതായിട്ട്. പക്ഷെ ഇവിടെ ഈ ഫോഗായി നമുക്കൊന്നും കാണില്ല. എങ്ങോട്ടാ പോണ്ടേ? പോവാൻ പാടില്ലേ. അവിടെയാണ് ക്ഷേത്രം. അവിടെ ക്ഷേത്രം കണ്ട കേറണോ? ക്ഷേത്രത്തിൽ കേട്ടരാ വഴിയോരത്ത് നിന്ന് ചെയ്യുന്ന നല്ല കോഫി ഷോപ്പ്, നല്ല വൈബുള്ള സ്ഥലം. അവിടുത്തെ വ്യൂ ഒക്കെ കമോൺ. മതി നൈസ് വ്യൂ അല്ലേ? എന്താല്ലേ ഇവിടെ ഫോഗില്ലടി. ഇവിടെ ഫോഗില്ലേ? ഫുള്ള് വ്യൂ ആണോ? ഇതാണ് വ്യൂ. ശരി, ഓക്കെ. നൈസല്ലേ? ഇവിടെ ഫോഗില്ല. അത് ഓക്കെ. മറ്റേ ഈ മാലിയത്തിൽ പറഞ്ഞ പോലെ ഫീൽ ഉണ്ടല്ലോ. താഴെ കുറെ വീടുണ്ട് കാണാൻ പറ്റാത്തോണ്ടാണ്. നൈസ്. വെൽക്കം. വാട്ടർഫോളിന്റെ പേര് കണ്ടായിരുന്നു. വെൽക്കം ടു ടിൻഡാസ് വ്ലോഗ്. അതല്ല ഉദ്ദേശിച്ചത്. വാട്ടർഫോളിന്റെ പേരല്ലേ? അതെനിക്ക് മനസ്സിലായി, കേട്ടു. നല്ല വെള്ളച്ചാട്ടമുള്ള ചെറിയ വെള്ളച്ചാട്ടം, പക്ഷെ ഒരു രസമുണ്ടല്ലേ? ഇനി അടുത്തത് എന്താ വ്യൂ? ഹായ്, നല്ല ക്ലാരിറ്റി. ഇവിടെ എവിടെയെങ്കിലും റൂം എടുക്ക വെച്ച എന്താ വ്യൂ? നമ്മള് പറഞ്ഞ പരുന്തുംപാറയ്ക്ക് മാത്രം പോണില്ല. അത് ഓഫ്കോഴ്സ് അങ്ങനെയായിരിക്കുമല്ലോ. ഇവിടെ എന്തുണ്ടെന്ന് ആൾക്കാർക്ക് ചായ വാങ്ങിക്കാൻ, ടീ കട. എന്നിട്ടേ നമ്മള് ചൊല്ലിട്ട് അവിടെ പോവാണ്ട് തേക്കടിക്കണം. പരുന്തുംപാറയുടെ അടുത്താണ്, ഏകദേശം അരമണിക്കൂർ. എന്റെ കൈയിലെ പാമ്പ് ഭയങ്കര ക്ഷീണിച്ചെന്ന് തോന്നാൻ. നോക്കിയേ, വയസ്സായ പോലെ എല്ലാം കാണുന്നു. ഓ സെക്സി. അടിപൊളി ക്ലിഫൊക്കെ ആക്കിയിട്ടേ നല്ല ടൂറിസ്റ്റ് സ്പോട്ടാക്കാം. ഇവിടുത്തെ എവിടെ രസം അറിയാം? ഗ്രീസ്. നമുക്ക് അടുത്ത് ഗ്രീസിൽ പോട്ടെ. ഗ്രീസിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ തേക്കടിയിലെത്തി. ഞങ്ങൾ വേറെ സ്ഥലത്ത് എന്നുവെച്ചാൽ ഇവിടുത്തെ സ്ട്രീറ്റ് അന്ന് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നിറച്ച ആൾക്കാരും നിറച്ചും ചിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിക്സ് ഇല്ല, കുറെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടുത്തെ ബൈബിളുണ്ടാവും. നല്ലൊരു സിറ്റി സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചതിന്റെ അവിടെ പോയില്ല, അവിടെ പോവാന്ന് വെച്ചു. മാറി ഇവിടെ നല്ല നൈറ്റ് ലൈഫ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച തട്ടുകടയിൽ നിന്ന് ഫുഡ് അടിക്കുന്നു. അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു, പ്ലസ് നല്ല ഫുഡാണ്. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വെച്ചിട്ട് വന്നു. നമ്മൾ ആദ്യം വേറെ സ്ഥലത്തേക്ക് പോയി, 25 കിലോമീറ്റർ അപ്പുറത്ത് റൂം അവിടെ. പിന്നെ അവിടെ നോക്കിയപ്പോൾ നൈറ്റ് ലൈഫ് ഇല്ലാത്ത കാരണം വീണ്ടും 25 കിലോമീറ്റർ കടന്ന് ഇപ്പുറത്ത് വന്നു. അല്ല അവിടെ അപ്പൊ ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ട് ഗുജറാത്തി വേറെ ഫുഡാണ്, പക്ഷെ ഫുൾ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് നമ്മള് നമ്മള് അവിടെ നിന്ന് മേടിക്കാണ്ട് വേറെ ആരൊക്കെ കഴിച്ചു. ഇവിടെ ഷേക്ക് ഐസ്ക്രീം നോക്കണോ?
ഇപ്പൊ കേൾക്കാം സന്തോഷം ആൾക്കാർ ഇംഗ്ലീഷാരാ എനിക്ക് ഇംഗ്ലീഷുകാരുടെ ഇഷ്ടം എനിക്ക് ഇംഗ്ലീഷ് വുമൻസ് ഇഷ്ടം പറഞ്ഞല്ലോ കേക്കല്ല കണ്ടത് കേക്കിൻ്റെ ഒരു വൈബ് ചോദിച്ചത് ഇതാണ് ഇവിടുത്തെ വൈബ്. പക്ഷെ അന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഏറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ഇന്നത്തെ തൊട്ടപ്പുറത്ത് ഫുള്ള് ഹിന്ദിക്കാര് അപ്പൊ ഇച്ചിരി തമിഴല്ല മലയാളീസും മലയാളീസ് ഇല്ല. അല്ല ആംഗ്ലമാര് മലയാളികളായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കുന്നു. പൊറോട്ട, പെപ്പർ ചിക്കൻ, ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈഡ് റൈസ്. അതൊക്കെ പേര് അങ്ങനെയാണ്. അത് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ റൂം. നാളെ റിവ്യൂ എടുക്കാം.